എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. ചെയ്യാൻ കാരണം നേരത്തെ കാണിച്ച വീഡിയോ ഏകദേശം 14 ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അതിൽ കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു. അതായത് പോസിറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു, നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പോസിറ്റീവ് കമന്റുകൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ആ പൂച്ചനെ ആൾക്കാർ അന്വേഷിച്ചല്ലോ, എന്ത് പറ്റി, അതിപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ നെഗറ്റീവ് കമന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വളരെയധികം വിഷമമുണ്ടാക്കി. കാരണം കാര്യം അറിയാതെയാണ് പല ആൾക്കാരും പല രീതിയിൽ ഓരോന്ന് വിളിച്ചു. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു, ഇത് AI വീഡിയോ ആണോ, ഇത് AI വീഡിയോ ആണ്, നിങ്ങളെ മണ്ടന്മാരാക്കാണ്, അങ്ങനെ കുറെ കമന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് AI വീഡിയോ അല്ല, AI വീഡിയോ ഇങ്ങനെയേ അല്ല. പിന്നെ വേറൊരാൾ ചോദിച്ചത് നിങ്ങൾക്ക് വീടിന്റെ ഉള്ളിലിട്ട് വളർത്തിക്കൂടെ എന്നുള്ള കാര്യം. വീടിന്റെ ഉള്ളിലാണ്. ഇവിടെ എൻ്റെ ബെഡ്മൊക്കെ എടുക്കും, എൻ്റെ അമ്മയുടെ ബെഡ്മൊക്കെ എടുക്കും, ദിവാങ്കട്ടിലുമൊക്കെ എടുക്കും. അവർക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞ ഏരിയയിൽ അവർക്കുള്ളതാണ്. അവരുടെ ഫുഡ് വെച്ചുകൊടുക്കുന്ന സ്ഥലം, അവരുടെ തുണി, കുഞ്ഞു ബെഡൊക്കെ വെച്ചുകൊടുക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് അവർക്ക് എടുക്കുക. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 10-11 പൂച്ചകളുണ്ട്. പക്ഷെ എല്ലാവരും ആ വർക്ക് ഏരിയയിൽ കിടക്കത്തില്ല. കാരണം വർക്ക് ഏരിയ പകുതി ഗ്രില്ലാണുള്ളത്. ആ ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടെ ചെറിയ പൂച്ചകളൊക്കെ ചാടിപ്പോവും. പിന്നെ എൻ്റെ റൂമിൽ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. കണ്ടോ, അവിടെ കുറച്ച് പാടുകൾ കണ്ടോ, ആ ഹോളിന്റെ അവിടെ. അതായത് ഈ കബോർഡിന്റെ മേലെ കയറി അവിടെ നിന്ന് ആ ഹോളിൽ കൂടെ അവർ പുറത്തു പോകും. കാരണം ഇവർക്ക് എന്ന് വെച്ചാൽ ഇവരെ പൂട്ടിയിടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. കാരണം നാടൻ പൂച്ചകളാണ്, ഇവർ പുറത്തു പോകും. പകലിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ തുറന്നിടും. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള നേരത്ത് എവിടേക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ രാത്രിയാകുമ്പോൾ നമ്മൾ അടച്ചിടുമ്പോൾ ഇവർക്ക് അസ്വസ്ഥതാണ്. കാരണം പുറത്തു പോകാന്നുള്ള ഒരു മൈൻഡ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ എങ്ങനെയായാലും ഇവർ പുറത്തു ചാടും. പുറത്തു ചാടിയിട്ട് കിഴക്കേപ്പുറത്തുള്ള ചെയറിൽ വന്നിരിക്കും. അങ്ങനെ ചെയറിൽ വന്നിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതിൽ ആ വീഡിയോ കണ്ടല്ലറിയാം, 1-2 ആൾക്കാർ ഇവരെ കണ്ടപ്പോ തന്നെ പേടിച്ചു പോയി, ഓടിപ്പോയി, എവിടെയെങ്കിലും പോയി മേലിലൊക്കെ കയറിയിരിക്കും. പക്ഷെ ഇയാളെ മാത്രമാണ് അവിടെ ഇരുന്നത്. ഇയാൾ അവിടെ ഇരുന്നത് കൊണ്ട് എല്ലാരും ഇയാളെ വട്ടം വിടുകയും ആക്രമിക്കാൻ നോക്കുകയും ചെയ്തു. പക്ഷെ ആക്രമിക്കപ്പെട്ടില്ല, അവൻ രക്ഷപ്പെട്ടാണ് അതിൽ നിന്ന്. പിന്നെ ഒരാൾ ചോദിച്ചു, ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ള കാര്യം. സത്യത്തിൽ ഞങ്ങൾ അത് അറിഞ്ഞില്ല. അവിടെ പുറത്തുള്ള ബഹളങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഞങ്ങൾ വാതിൽ പൂട്ടി ഉറങ്ങിയിട്ടുണ്ടാവണം. ആ സമയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ തറവാട്ടിലെ ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ആക്രമണം ഉണ്ടായി, ആ പൂച്ച അങ്ങോട്ട് പോയിട്ടുണ്ട്. പൂച്ചനെ പട്ടി കൊണ്ടുപോയോ എന്ന് നമുക്കറിയില്ല, അവരത് കണ്ടില്ല. ഇത്രയും പട്ടികളായ കാരണം ആ ചേട്ടനും വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ആള് ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ആ ക്യാമറ ചെക്ക് ചെയ്യുന്നതും. പിന്നെ എനിക്ക് ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനും എൻ്റെ അമ്മയും എൻ്റെ പൂച്ചകളെ നോക്കിയിട്ടുള്ള പോലെ ഈ പഞ്ചായത്തിലോ ഈ ജില്ലയിലോ വേറെ ആൾക്കാരുണ്ടാവില്ല. കാരണം ഞങ്ങളുടെ പിള്ളേരെ പോലെയും അതേപോലെ തന്നെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെയും 3 നേരവും 4 നേരവും ഭക്ഷണം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വളർത്തുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു അന്നത്തിനായിട്ട് കയറി വന്നിട്ടുള്ള പൂച്ചകളാണ്. പ്രസവിച്ചിട്ടുള്ള പൂച്ചകളുണ്ട്. അതേപോലെ തന്നെ ഓരോരുത്തർ കുണ്ടിട്ടിട്ട് ഈ മഴയത്തും അതേപോലെ തന്നെ ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പൂച്ചകളെ ശുശ്രൂഷിക്കുകയും അതിന് വേണ്ട ഫുഡും കൊടുത്ത് ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കമന്റ് ഇടാം. ഓക്കെ. പിന്നെ കുറെ പേര് ചോദിച്ചു, നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്തു ചെയ്യാണ്, പൂച്ചയ്ക്ക് എന്ത് പറ്റി, പട്ടി പിടിച്ചോ, അതേപോലെ തന്നെ ജീവനോടെ ഉണ്ടോ. കുറെ ആൾക്കാർക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്ക് ജീവനോടെ ഉണ്ടോ, ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ആളുടെ കാലിന് ചെറുതായിട്ടൊരു ഉളുക്കുണ്ടായിരുന്നു. ആ ഉളുക്ക് ഞങ്ങൾ മരുന്നൊക്കെ വെച്ച് ശരിയാക്കി. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വൈകുന്നേരം ആകുമ്പോഴാണ് ചില തെരുവ് നായകൾ വരുന്നത്. അതും പൊതുവെ ഇതുപോലെ വരുമ്പോൾ മീൻസ് സ്വാഭാവികമായി പൂച്ചകൾ ഓടി കുളിക്കാറുണ്ട്, മേലിലും അവിടെയൊക്കെ കയറാറുണ്ട്. പുള്ളിക്കാരൻ മാത്രമാണ് അവിടെ നിന്നത്. അതുകൊണ്ട് അവരെ ഫൈറ്റ് ചെയ്ത്
ജയിച്ചു പോന്നു എന്നുള്ളതാണ് സത്യം. ഇതിലാ റൈറ്റ് കിടക്കുന്നതാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ആളിട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ക്യാമറ വെക്കുന്ന സമയം കൊണ്ട് ഒരു മതിലും ഗേറ്റും വെച്ചൂടെ എന്നുള്ള കാര്യം. അതായത് ഒരു കോമ്പൗണ്ടിൽ 2 വീടാണുള്ളത്. ഒന്ന് എൻ്റെ വീടും ഒന്ന് എൻ്റെ തറവാടും. ഈ 2 വീടും കൂടി ഒരു 18 സെന്റ് സ്ഥലമുണ്ട്. അതിൽ കുറച്ചിടം മാത്രം മതിലുള്ളൂ. ഫുള്ള് മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കള്ളന്മാര് ശല്യം ഒരവസരം ഉണ്ടായിരുന്നു. അത് തിരുട്ട് ഗ്രാമത്തിൽ നിന്നും കുറച്ച് കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വെച്ചതായിരുന്നു ആ ക്യാമറ. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ പൂച്ചകളെ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു.